ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്താണെന്നുള്ള കാര്യം വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു അല്ലേ. എക്കണോമിക് ഗ്രോത്ത് എന്നാൽ എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യുന്നതെന്നും അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും, എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പറ്റിയായിരിക്കും. അപ്പോൾ എന്താണ് ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ബേസ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഈ കാണുന്നൊരു നോട്ട് ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം വാട്സാപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 പാർട്ടുകൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ മലയാളം എന്ന് പറഞ്ഞു നോക്കി, സാമ്പത്തിക വികസനം അല്ലേ. വികസനം വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്, പ്രധാനം ഒരു നാട് വികസിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമേരിക്ക ഒരു വികസിത രാജ്യമാണ്, ജപ്പാൻ ഒരു വികസിത രാജ്യമാണ്, ഇന്ത്യ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്, പൈസ എന്നുള്ളത് മാത്രമാണോ? അല്ല അല്ലേ. നല്ല ഇൻഫ്രാസ്ട്രക്ചർ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, അതുപോലെ വലിയ വലിയ കമ്പനികൾ, ഫാക്ടറികൾ, കൂടിയ ഉൽപ്പാദനം, എന്നാൽ വൃത്തിയുള്ള അല്ലെ നഗരങ്ങൾ, നല്ല വൃത്തിയുള്ള നഗരങ്ങൾ, എല്ലാ ടെക്നോളജി, എല്ലാ ഫെസിലിറ്റിയും ഉള്ള നഗരങ്ങൾ അല്ലേ. വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ അതാ ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ആ ഒരു സെൻസിൽ തന്നെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ച. അവിടെ നമ്മൾ പൈസയെ പറ്റി മാത്രമേ ചിന്തിക്കൂ. അതായത് നമ്മൾ നാഷണൽ ഇൻകത്തിലുണ്ടായ വർധനവോ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിലുണ്ടായ വർധനവോ എടുക്കും. പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ദോഷമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, 5 പേരുള്ള ഒരു രാജ്യത്തിൽ ഒരുത്തൻ ധനികനും ബാക്കി 4 പേര് പാവപ്പെട്ടവരായാലും പെർ ക്യാപിറ്റ ഇൻകവും നാഷണൽ ഇൻകവും കൂടിയിരിക്കും. അപ്പോൾ അതൊരു ആവറേജ് ആണ്, അത് നമുക്ക് ഒരിക്കലും വികസനത്തെ കാണിക്കത്തില്ല. അത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്, നമ്മുടെ ഈ പറയുന്ന ദേശീയ വരുമാനമായാലും ശരി തന്നെ, പെർ ക്യാപിറ്റ ഇൻകം ആയാലും ശരി തന്നെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ അതേ രാജ്യത്ത് തന്നെയാണ് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ദാരിദ്ര്യവും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് പോകുന്ന അല്ലേ. സാമ്പത്തികമായി വളർച്ച ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നോർമലി വികസനം വരണമെന്നല്ലേ, അപ്പോൾ അത് എപ്പോഴും നടക്കത്തില്ല. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ നമ്മളുടെ ലിവിങ് കണ്ടീഷൻസ് കൂടെ മെച്ചപ്പെട്ടതായാൽ അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം, തീർന്നു. ഇതിന് പല രീതി പറഞ്ഞു തരുന്നേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. സാമ്പത്തിക വളർച്ച അഥവാ എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം തന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. ഇപ്പോൾ എന്താ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ, ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, എനർജി, പവർ സപ്ലൈ പോലെയുള്ള ഒരു മനുഷ്യന് സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ നമുക്ക് വരുമാനവും കൂടെ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെന്ന് പറയാം, വികസനമുണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ഇതാണ് ഇവിടെ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊന്നും അഡ്രസ്സ് ചെയ്യാതെ വിടുകയാണ്, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് ഇനിക്വാലിറ്റി പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്താലോ അല്ല പെർ ക്യാപിറ്റ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താലോ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് മിയർലി പൈസയുടെ വളർച്ച മാത്രമാണ്. അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യേണ്ടേ വേണം. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്തുകൂടും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. എന്തുകൂടും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും അല്ലേ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസസ് when the above mentioned living conditions are accessible to everyone. So ഒരു രാജ്യം എക്കണോമിക്കലി ഡെവലപ്പ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൺട്രി അച്ചീവ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വെൻ ദ ബെനിഫിറ്റ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ദ ഇൻകം ആർ ഷെയർഡ് ടു എവറി വൺ ഇൻ ദ കൺട്രി. അത് വെച്ച് ഇത്രയേ ഉള്ളൂ പറയുന്നത്. എന്താണ്, നമ്മൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് സാമ്പത്തിക വികസനമായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം, ഈ പറയുന്ന ഇപ്പോഴേ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന വരുമാനം കൂടും. ആ ഉണ്ടായ വരുമാനത്തിൻ്റെ വർധനവ് എല്ലാവരിലേക്കും എത്തണം, ഷെയർഡ് ടു എവറി വൺ. എല്ലാവരിലേക്കും എത്തിയാൽ അവിടെ സാമ്പത്തിക വികസനമുണ്ടായി. ഓക്കെ, അപ്പോൾ എന്താണ്, ഇറ്റ് ഹാപ്പൻസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, വെൻ ദർ ഈസ്
ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ എലോങ് വിത്ത് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ സാമ്പത്തിക വളർച്ചയോടൊപ്പം ലിവിങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടെ കൂടിയാൽ അവിടെ സാമ്പത്തിക വികസനം ഉണ്ട്. കിട്ടിക്കഴിഞ്ഞു. ഈ പോയിന്റ് തലയിൽ കയറിയ സെറ്റാണ്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച്, മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഈ വർഷം നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ദേശീയ വരുമാനം GDP കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാഷണൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായി? സാമ്പത്തിക വളർച്ചയുണ്ടായി. അപ്പോൾ സാമ്പത്തിക വികസനമാകണമെങ്കിൽ വരുമാനം കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യണം. ലിവിങ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ് ആവുന്നത്? വരുന്ന വരുമാനം, കിട്ടുന്ന ഇൻകം എല്ലാവരിലേക്കും തുല്യമായി ഷെയർ ചെയ്യപ്പെട്ടാൽ, തുല്യമായിട്ട് ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തുണ്ടെന്ന് പറയാം? അവിടെ നമുക്ക് ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ നമുക്ക് എന്തുണ്ടായെന്ന് പറയാൻ പറ്റും? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനകത്ത് പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സെറ്റ് അല്ലേ? അപ്പോൾ നോക്കിയേ, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ വാട്ട് ഈസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് ചോദ്യം വന്നാൽ നമ്മൾ ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് പറയും? അത് ഒരുമിച്ച് പറയാനായിട്ട് മൈക്കിൾ പി ടൊഡാറോയും സ്റ്റീഫൻ സി സ്മിത്തും കൂടെ ഈ പറയുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റിനൊരു നിർവചനം തന്നിട്ടുണ്ട്. എന്താണത്? പഠിക്കാം. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് എക്കണോമിക് വെൽബീയിങ് ഓഫ് പീപ്പിൾ ത്രൂ ഗ്രോത്ത് ഇൻ ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എന്താണ്? ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആൾക്കാരുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. ആൻഡ് എക്കണോമിക് വെൽബീയിങ്, അപ്പോൾ ജീവിത നിലവാരവും കൂടുന്നു, വരുമാനവും കൂടുന്നു. എങ്ങനെ? ത്രൂ ഗ്രോത്ത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇൻകത്തിലുണ്ടാകുന്ന വർധനവ്, വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന വർധനവ്, ചുറ്റും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടാകുന്ന വർധനവ്. ഇതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. കിട്ടിയോ? ഒന്നുകൂടി പറഞ്ഞു തന്നാൽ ഓക്കെ ആവത്തില്ലേ? അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഈ സെൻറ്റൻസ് അങ്ങ് എഴുതിയാൽ മതി. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എക്കണോമിക് ഗ്രോത്ത് പ്ലസ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിലൂടെ, ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നതിലൂടെ, ഹെൽത്തിലൂടെ, ട്രാൻസ്പോർട്ടിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ, എനർജിയും പവറും ഒക്കെ നമുക്ക് കിട്ടുന്നതിലൂടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരും. അത് തന്നെയല്ലേ പറയുന്നത്? ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് എക്കണോമിക് വെൽബീയിങ് ത്രൂ ഗ്രോത്ത് ഇൻ ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് കോൾഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ആര് പറഞ്ഞു? മൈക്കിൾ പി ടൊഡാറോയും സ്റ്റീഫൻ സി സ്മിത്തും കൂടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അവിടെ എക്കണോമിക്കും സോഷ്യലും മാത്രമല്ല, അതുപോലെ തന്നെ ജനങ്ങളുടെ വെൽഫെയറും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ വലിയൊരു സംഭവമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കി. സാമ്പത്തികമായി വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകൾക്കും സൗകര്യങ്ങളും കൂടെ വർദ്ധിച്ചാൽ അതാണ് സാമ്പത്തിക വികസനം അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇതറിയാമെങ്കിൽ ഈ സെൻറ്റൻസ് ഒന്നിട്ട് എഴുതിക്കൂടെ? എന്താണ്? ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് എക്കണോമിക് വെൽബീയിങ് ത്രൂ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ വികസനം അളക്കുക എന്ന് പറഞ്ഞാലും അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പല രീതിയിൽ നമുക്ക് സാമ്പത്തിക വികസനം അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ നിർവചനമാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ടൊഡാറോയും അതുപോലെ സ്റ്റീഫൻ സി സ്മിത്തും കൂടെ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡെക്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താ? എങ്ങനെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അളക്കുന്നത്? നേരത്തെ നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ പഠിച്ചതുപോലെ 3 മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മറ്റൊന്ന് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, 3 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് എന്നിങ്ങനെ 3 രീതിയിലാണ് നമുക്ക് സാമ്പത്തിക വികസനം മെഷർ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, വരുമാനമാണെങ്കിൽ വരുമാനം കൂട്ടിയാൽ മതി. ഇവിടെ വരുമാനം മാത്രമാണോ? അല്ല. അപ്പോൾ വരുമാനത്തോടൊപ്പം നമ്മുടെ ഈ ജീവിത നിലവാരം എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നോക്കിക്കോ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എക്കണോമിക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓൾസോ ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് റീസെൻറ്റ് ചേഞ്ചസ് ഇൻ ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് കാറെന്ന് പറയുന്നത് ഒരു ലക്ഷറി സാധനമായിരുന്നു. ഇന്ന് അതൊരു ലക്ഷറി സാധനം അല്ല. അപ്പോൾ അന്ന് കാറുള്ളവൻ ഭയങ്കര വികസനമുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് അത് വികസനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാൻ പറ്റത്തില്ല. അതവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ മാറിക്കൊണ്ടേ ഇരിക്കും, എങ്കിലും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ലെറ്റ്സ് ഗെറ്റ് അക്വിൻറ്റഡ് വിത്ത് ദ മേജർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ആദ്യം വരുന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആരാണ് ഉണ്ടാക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ആണ്. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മാർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുന്നത് പോലെ ഇവർ ഓരോ രാജ്യങ്ങളെയും താരതമ്യം ചെയ്യും. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യും? ഒന്ന്, ആ രാജ്യത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ ആയുർ ദൈർഘ്യം. ഒരു സാധാരണ വ്യക്തി എത്ര കൊല്ലം വരെ ജീവിച്ചിരിക്കും. ലിറ്ററസി ആൻഡ് ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ് എന്ന് വെച്ചാൽ ലിറ്ററസി, എഴുത്തും വായന അറിയാവുന്നവരുടെ എണ്ണവും സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റും. അതായത് ഓരോ ഈ പറയുന്ന ഡിവിഷൻസിലും പല രീതിയിലുണ്ട്. പ്രൈമറി, അപ്പർ പ്രൈമറി, അങ്ങനെ ഓരോന്നിലും എത്ര കുട്ടികൾ വെച്ച് ചേരുന്നു, അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. 3, പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഹെൽത്ത് വന്നു. ലിറ്ററസിയും ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വന്നു? എഡ്യൂക്കേഷൻ വന്നു. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം വന്നു. ആലോചിച്ച് നോക്കടാ, ഒരു വ്യക്തിക്ക് വികസനം ഉണ്ടാകാൻ വരുമാനവും വിദ്യാഭ്യാസവും ആരോഗ്യവും, ഇത് മൂന്നുമാണല്ലോ ഒരാൾക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ. അപ്പോൾ ഇത് മൂന്നും താരതമ്യം ചെയ്ത് നമ്മൾ ഓരോ രാജ്യങ്ങളെയും കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് മാർക്ക് ഇടുന്നു. ഇതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആര്? യുണൈറ്റഡ് നേഷൻസ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? ലൈഫ് എക്സ്പെക്റ്റൻസി, ലിറ്ററസി ആൻഡ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്, പെർ ക്യാപിറ്റ ഇൻകം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നോക്ക്, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് എന്തിനെ അളക്കുന്നത്? എത്രത്തോളം കാലം ആൾക്കാർ ജീവിച്ചിരിക്കുന്നു, അതായത് ആരോഗ്യത്തിൻ്റെ അളവ്. ഈ പറയുന്ന എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് അല്ലെങ്കിൽ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ വരുന്നതാണ്. അറിവിനെ, എഡ്യൂക്കേഷനെ അളക്കുന്നു. ഗ്രോസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഈ പറയുന്ന വരുമാനം എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്രത്തോളം ഉണ്ടാകും, അതായത് നമ്മളെ വരുമാനമാണല്ലോ നമ്മുടെ നിലവാരത്തെ തീരുമാനിക്കുന്നത്. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കിട്ടും. ഇത് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യങ്ങൾ ഇതിന് മാർക്കിടുന്ന എത്രയൊക്കെയാണെന്ന് അറിയാവോ? 0-നും 1-നും ഇടയിലാണ് കേട്ടോ. എത്രയ്ക്കിടയിലാണ്? 0-നും 1-നും ഇടയിലാണ് മാർക്ക് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഓരോന്നിനും പോയിന്റ് കൊടുക്കുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലുണ്ടെങ്കിൽ അതിൽ 1-ന് അടുപ്പിച്ചൊരു വാല്യൂ കിട്ടും. ലിറ്ററസിയും സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റും കൂടുതലാണെങ്കിൽ 1-ന് അടുപ്പിച്ച് കിട്ടും. പെർ ക്യാപിറ്റ ഇൻകം എല്ലാവർക്കും കൂടുതലാണെങ്കിൽ 1-ന് അടുപ്പിച്ചൊരു പോയിന്റ് കിട്ടും. 3-ന്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, പ്രിപ്പയർ ബൈ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദീസ് സെപ്പറേറ്റ്ലി ആൻഡ് ഫൈൻഡിങ് ദെയർ ആവറേജ്. 3 എടുക്കുന്നു, ആവറേജ് എടുക്കുന്നു. ഈ ആവറേജ് എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലാണ് വരുന്നത്. ഇനി 0-നും 5.5-നും ഇടയിലാണ് വരുന്നതെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ള രാജ്യമെന്ന് വിളിക്കും. അപ്പോൾ 0-നും 0.5-നും, ഓക്കെ, 0-നും 0.55-നും ഇടയിലാണ് വരുന്നതെങ്കിൽ അത് ലോ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യം. അടുത്ത ഈ പറയുന്ന 0.5 മുതൽ 0.699 വരെയാണെങ്കിൽ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യം. അടുത്ത 0.699 മുതൽ 0.799 വരെ, ഇവിടെ 6.9 അല്ല 7 ഓക്കെ, 0.7 മുതൽ ഈ പറയുന്ന 0.799 വരെയാണെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റും. ഈ പറയുന്ന 7.9 ആയല്ലോ, അപ്പോൾ 8 മുതൽ 1 വരെ, 0.8 മുതൽ 1 വരെയാണെങ്കിൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളെന്ന് വിളിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ പറ്റി പറയുക. അപ്പോൾ നിങ്ങൾ പറയും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ 3 factors, that is life expectancy, literacy and school enrollment rate, per capita income. ഇത് മൂന്നിൻ്റെയും വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് എടുക്കുന്നു. ആവറേജ് എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും. അത് ഓരോ രാജ്യത്തിനും കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ പറയുന്ന ആവറേജ് 0-നും 5.5-നും ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ 5.5-ന് താഴെയാണെങ്കിൽ അത് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. 5.5 മുതൽ 6.9 വരെയാണെങ്കിൽ മീഡിയം. 7 മുതൽ 7.9 വരെയാണെങ്കിൽ ഹൈ. 8-ന് മുകളിലാണെങ്കിൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? 1990 മുതൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഈ പറയുന്ന റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം നമ്മൾ രാജ്യങ്ങളെ തിരിച്ചിട്ടുണ്ട്. 2023 റിപ്പോർട്ട് അനുസരിച്ച് 193 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 130ആണ്. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ അത്യാവശ്യം താഴെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സെറ്റാണേ, നോക്കാമല്ലോ. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്ന ഇൻഡെക്സുകൾ ഏതൊക്കെ? 3 എണ്ണം.
ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ പറ്റി എന്തൊക്കെ പഠിക്കണം? പ്രിപ്പയർ ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ്. എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി? അതായത് നമുക്ക് ഇൻഡെക്സ് മാർക്ക് താരതമ്യം ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എടുക്കുന്നത്? ഒന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി, ലിറ്ററസിയും സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റും പെർ ക്യാപിറ്റ ഇൻകം. ഇത് മൂന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് മൂന്നിൻ്റെയും കൂടെ കൂട്ടിയിട്ട് ബൈ 3 എടുത്ത് ആവറേജ് എടുക്കും. ഈ ആവറേജ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ മാർക്ക് കൊടുക്കുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ 0-നും 1-നും ഇടയിൽ മാർക്ക് കിട്ടുന്ന നല്ല മാർക്കുള്ള ആൾക്കാർ എന്തായിരിക്കും? 1-നോട് അടുപ്പിച്ചുള്ള ഒരു വാല്യൂ വരും, ബാക്കിയുള്ളവർക്ക് താഴെയും വരും. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് അച്ചീവ്മെൻറ്റ് ഇൻ ദ 3 കീ ഡയമെൻഷൻസ് അല്ലേ? ഈ പറയുന്ന 3 കീ ഡയമെൻഷൻസിൻ്റെയും ആവറേജ് എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ 0-നും 1-നും ഇടയിലാക്കി എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4 രീതിയിലാണുള്ളത്. 8-ന് മുകളിലാണെങ്കിൽ ഹൈ, 7 മുതൽ 8 അല്ലെങ്കിൽ 7.9 വരെയാണെങ്കിൽ 8-ന് മുകളിലാണെങ്കിൽ വെരി ഹൈ, 7 മുതൽ 7.9 വരെയാണെങ്കിൽ ഹൈ, 5 തൊട്ട് 6.99 വരെയാണെങ്കിൽ മീഡിയം, ലോ ആണെങ്കിൽ 0.5-ന് താഴെ. ഓക്കെ, 7 എന്ന് പറയുമ്പോൾ 0 പോയിൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ രാജ്യങ്ങളെ തിരിച്ചിട്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ 2023 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 130ആണ്. നമ്മൾ അത്യാവശ്യം പുറകിലാണ്. വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇതിനേക്കാളും പുറകിലായിരുന്നു പണ്ട്. ഓക്കെ, പണ്ടത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലും വളരെ മോശത്തിലായിരുന്നു. അതായത് 2004 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ 0.5-ന് താഴെയാണ്, 0.55-ന് താഴെയാണ് നമ്മൾ 2000 വരെ. അതായത് ഇതുവരെ നമ്മൾ വെറും ലോയിലായിരുന്നു. ഇതിന് ശേഷം നമ്മളിപ്പോൾ എന്തിലാണ്? മീഡിയത്തിലാണ്. അപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ട, 23 നമ്മൾ മീഡിയം വരെ എത്തി. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ ഏരിയാസ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 1990 മുതൽ 2003 വരെ നോക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 2004 വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആയിരുന്നു. 2005-ന് ശേഷം 0.547 ഉള്ളതുകൊണ്ട് 0.55 ആയിട്ട് റൗണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2005 തൊട്ട് നമ്മൾ എന്തിൽ വരുന്നുണ്ട്? മീഡിയത്തിൽ വരുന്നുണ്ട് അല്ലേ? 2005 തൊട്ട് നമ്മൾ എന്തിൽ വരുന്നുണ്ട്? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ വരുന്നുണ്ട് കേട്ടോ, മീഡിയത്തിൽ വരുന്നുണ്ട്. അതിന് മുന്നേ വരെ നമ്മൾ എന്തിലായിരുന്നു? ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ആയിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? അനലൈസ് ദ ടേബിൾ ആൻഡ് ഐഡൻറ്റിഫൈ ദ പീരീഡ് വെൻ ഇന്ത്യ വാസ് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. എപ്പോഴാണ്? 1990 തൊട്ട് 2005-ന് മുമ്പ് വരെ. അപ്പോൾ 2004 വരെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അതുവരെ നമ്മൾ ലോയിലായിരുന്നു. 2005 തൊട്ട് ഇപ്പോൾ 2023 വരെ നമ്മൾ മീഡിയത്തിലാണെന്ന് പറയാം. ഫൈൻഡ് ഔട്ട് ദ ഏരിയാസ് ഇൻ വിച്ച് ഇന്ത്യ നീഡ്സ് ടു ഇംപ്രൂവ്. ഏതൊക്കെ ഏരിയസിലായിരിക്കും? പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഏരിയാസാണ് നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, വരുമാനം. ഇത് 3ആണ് കൂട്ടേണ്ടത് അല്ലേ? അതായത് നമ്മുടെ ഈ പറഞ്ഞ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലിറ്ററസി കൂട്ടുക, അതുപോലെ സ്കൂളിംഗ് ഇയേഴ്സ് കൂട്ടുക, ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടുക, ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുക. ഇത് 3 ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ മുകളിലെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യയുടെ കാര്യം നമ്മൾ നോക്കുകയാണ്. 1990 മുതൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ 23 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 130ആണ്. 193 രാജ്യങ്ങളിൽ നമ്മൾ 130ആണ്. അതായത് നമ്മൾ വളരെ പുറകിലാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഫിൻലാൻഡോ അങ്ങനെ ഏതോ രാജ്യമാണെന്ന് തോന്നുന്നു ഒന്നാമത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി പറ, 2023 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് നിങ്ങൾ തന്നെ പറ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിൻലാൻഡോ സ്വിറ്റ്സർലാൻഡോ അതുപോലത്തെ ഏതോ രാജ്യമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഇന്ത്യ 2004 വരെ ലോയിലായിരുന്നു. അതിനുശേഷം നമ്മൾ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് എന്തൊക്കെ മാറ്റം ചെയ്യുക അതൊക്കെയാണ് പറയുന്നത്. സോ എത്രയും മതി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 2ാമത്തെ ഇൻഡെക്സ് ആണ്, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇതും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പോലെ തന്നെ 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എത്ര കാര്യങ്ങളെയാണ്? 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമ്മുടെ വരുമാനവും മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നു. 1979 മോറിസ് ഡേവിഡ് മോറിസ് എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞ സിസ്റ്റം കൊണ്ടുവരുന്നത്. ആരാണ്? മോറിസ്. മറ്റേതാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണെങ്കിൽ ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ആണ്. എന്നാൽ ഈ പറയുന്ന ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അഥവാ PQLI കൊണ്ടുവരുന്നത് മോറിസ് ഡേവിഡ് മോറിസ് ആണ് 1979. ഇവിടെയും 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്?
ബേസിക് ലിറ്ററസി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. അപ്പോൾ ഏതൊക്കെയാണ്? ലിറ്ററസി, ബേസിക് ലിറ്ററസി ഇൻഡെക്സ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബേസിക് ലിറ്ററസി എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഹെൽത്ത്, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുമ്പോഴും ഹെൽത്ത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മിസ്സായി. എന്താണെന്നറിയാവോ? എന്താണ് മിസ്സായത്? ഇവിടെ മിസ്സായത് ഇൻകത്തിൻ്റെ കാര്യം ഇവിടെ മിസ്സാക്കി. അതിവിടെ ഇപ്പോഴേ ഓർത്ത് വെച്ചോ. ഇവിടെ ഇൻകത്തെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. ഇത് മൂന്നും ഉണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. വരുമാനമില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലേ? ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ റെസ്പോണ്ടൻസ് ആനുവൽ ഇൻകം വൈൽ പ്രിപ്പയറിംഗ് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതിപ്പോൾ എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഡ്രോബാക്കും കൂടി ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചൂടെ സിമ്പിളായിട്ട്. അപ്പോൾ ഒന്നുകൂടെ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡേവിഡ് മോറിസ് എന്ന് പറയുന്ന ആൾ 1979 ഉണ്ടാക്കിയൊരു രീതിയാണ്. എന്തിനു വേണ്ടിയിട്ട്? സാമ്പത്തിക വികസനം അല്ലെങ്കിൽ ഹ്യൂമൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അദ്ദേഹം നമ്മുടെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എപ്പോഴും കയറി വരും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് പ്ലസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ പറഞ്ഞ ആൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുകൊണ്ടാണ് ലിറ്ററസിക്കും നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനും ലൈഫ് എക്സ്പെക്റ്റൻസിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തത്. എന്ത് വിട്ടു? വളർച്ചയുടെ പൈസയുടെ കാര്യം വിട്ടു. അപ്പോൾ അതാണ് അവിടുത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി? 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. നോക്കാമല്ലോ. ഓക്കെ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഡെവലപ്ഡ് ബൈ എ റിനൗഡ് എക്കണോമിസ്റ്റ് ഡേവിഡ് മോറിസ് ഇൻ 1979. എന്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്? 3 ഇൻഡെക്സുകൾ. അവിടെ എന്തൊക്കെയായിരുന്നു? അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നു? അല്ല. അവിടെ എന്തൊക്കെയായിരുന്നു? അവിടെ ഈ പറയുന്ന ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മൾ പറഞ്ഞിരുന്നു, അതുപോലെ സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ് പറഞ്ഞിരുന്നു, ഇൻകവും പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? ബേസിക് ലിറ്ററസി റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്. ആ രാജ്യത്ത് എഴുത്തും വായന അറിയാവുന്ന ആൾക്കാരുടെ എണ്ണം. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ എത്ര കുട്ടികൾ 1 വയസ്സെത്തുന്നതിന് മുന്നേ മരിച്ചു പോകുന്നു. നല്ലൊരു കാര്യമല്ല, ഇതെപ്പോഴും കുറഞ്ഞിരിക്കണം. അതായത് ജനിക്കുന്ന കുട്ടികൾ ജനിക്കുന്ന വളർന്നു പോകാനല്ല, 1 വയസ്സിന് മുമ്പ് അവർ മരിച്ചു പോയാൽ ആരോഗ്യ മേഖലയുടെ പരാജയമാണത്. ലൈഫ് എക്സ്പെക്റ്റൻസി, എത്ര വർഷം ജീവിച്ചിരിക്കും. ഇത് 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യും? നമ്മൾ ആവറേജ് എടുക്കും. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ബേസിക് ലിറ്ററസി റേറ്റ് by 3 ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കിട്ടും. ഇത് നമുക്ക് എന്ത് കിട്ടും? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കിട്ടും. ഒന്നുകൂടെ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ആരാ കണ്ടെത്തിയത്? ഒരു വ്യക്തിയാണ്, ഡേവിഡ് മോറിസ് 1979 കണ്ടെത്തി. 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്: ലിറ്ററസി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് 3ൻ്റെയും ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് PQLI കിട്ടും. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇവിടെ ഇൻകം എന്ന് പറയുന്ന കാര്യത്തെ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ടൊന്ന് സാധിക്കത്തില്ല. ഇതാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, അടുത്ത 3ാമത് വരുന്നതാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്. അപ്പോൾ ഇതെന്താ സംഭവം? അപ്പോൾ ആദ്യം മനസ്സിലാക്കണം, എന്താണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നോക്കിയേ, 2015 യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്ന ഒരു 17 ഗോളുകളുണ്ട്. എന്തുണ്ട്? 17 ഗോളുകൾ. അതായത് ഒരു രാജ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 17 കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അപ്പോൾ എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് അല്ലേ? സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനം നടക്കണം, പക്ഷെ അതിനോടൊപ്പം തന്നെ എന്താണ്, ഭാവി തലമുറയ്ക്കും കൂടെ ഈ റിസോഴ്സുകളൊക്കെ ആവശ്യമാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ വികസനം നടത്തിയാൽ അതാണെന്ത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. പെട്രോൾ നമുക്ക് വേണം, പക്ഷേ അതിൻ്റെ വേസ്റ്റേജ് മറ്റ് കാര്യങ്ങളുമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം, വരുന്ന തലമുറയ്ക്കും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യം, അതായത് പറയുന്നത് യുണൈറ്റഡ് നേഷൻ പറയുന്നത്, യുണൈറ്റഡ് നേഷൻസിലെ അംഗങ്ങളായ രാജ്യങ്ങൾ 2023 കൂടി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രാജ്യങ്ങൾ എന്തൊക്കെ ഗോൾസ് സെറ്റ് ചെയ്യണം എന്ന 17 ഗോളുകളെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഗോൾസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് എന്ന് വെച്ചാൽ?
ഈ പറയുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളും എന്തൊക്കെ എഫേർട്ടാണ് എടുക്കുന്നത്. ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് അസസ് ദ എഫേർട്ട് ടേക്കൺ ബൈ ദ കൺട്രീസ് ടു അച്ചീവ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ, അത് നേടിയെടുക്കാൻ രാജ്യങ്ങൾ എന്തൊക്കെ എഫേർട്ടുകൾ ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അത് രാജ്യം. അപ്പോൾ ഇത് രാജ്യത്തിന് കിട്ടിയതാണ് 17 ഗോളും. അപ്പോൾ രാജ്യം എന്ത് ചെയ്യും, ഓരോ സ്റ്റേറ്റുകൾക്കും അത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ നീതി ആയോഗ് അറിയായിരിക്കുമല്ലോ, അതുപോലെ യുണൈറ്റഡ് നേഷൻസും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യയിൽ എങ്ങനെ സ്റ്റേറ്റുകളെയും യൂണിയൻ ടെറിട്ടറികളെയും അവർ പഠിക്കും, എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അവരുടെ അംഗങ്ങളായ രാജ്യങ്ങളെ നോക്കും. ഈ രാജ്യം അവരുടെ അംഗങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളെ നോക്കും, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി നോക്കും. എന്നിട്ട് ഓരോ സ്റ്റേറ്റും ഈ പറഞ്ഞ 17 ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, അച്ചീവ് ചെയ്തെങ്കിൽ പോയിന്റ് കിട്ടും. ഇവിടെയും 0-നും 1-നും ഇടയിലുള്ള പോയിന്റുകളാണ് കിട്ടുന്നത്. ആ പോയിന്റ് വച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഓരോ രാജ്യങ്ങളെ എന്ത് ചെയ്യും, താരതമ്യം ചെയ്യും. 17 ഇനം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ സാമ്പത്തികമായ കാര്യങ്ങൾ വരും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളും വരും. അപ്പോൾ ഒന്നും കൂടെ നോക്കാമല്ലോ. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ, നമ്മുടെ ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ ഇൻഡെക്സ് ആണ് എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻഡെക്സ്. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 ഗോളുകൾ 2025 യുണൈറ്റഡ് നേഷൻസ് സെറ്റ് ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്താ മെഷർ ചെയ്യുന്നത്, അസസ് ദ എഫേർട്സ് ടേക്കൺ ബൈ കൺട്രീസ് ടു അച്ചീവ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ എന്ത് ചെയ്യും, അത് സ്റ്റേറ്റുകൾ കൂടും അല്ലേ. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇൻ ഇന്ത്യ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ നീതി ആയോഗ് ഇൻ കൊളാബറേഷൻ വിത്ത് യുണൈറ്റഡ് നേഷൻസ് ടു മെഷർ ദ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് 2018 നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. യുണൈറ്റഡ് നേഷൻ 2015 പറഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞിട്ട് 2018 നമ്മുടെ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നു. 17 പ്രോജക്റ്റുകളുണ്ട്. ഈ 17 ഗോളുകളെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, എൻവയോൺമെൻറ്റ് പരമായിട്ടുള്ള ഗോൾസ്. നോക്കാമല്ലോ ഓരോന്നായിട്ട്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്, 3 എണ്ണം. കുറച്ച് പാടാണല്ലേ പഠിക്കാനായിട്ട്, പക്ഷേ വേറെ വഴിയില്ല, പഠിച്ചേ പറ്റൂ. 1 സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആലോചിക്കുക, വികസനം കിട്ടാൻ സാമ്പത്തികമായ കാര്യങ്ങളായി. 2 സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളായി. ഇതിൽ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ വരും. പിന്നെ പ്രകൃതിക്ക് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ ഒന്നാമത്തെ ഗോളാണ് എന്ത്, ഒന്നാമത്തെ ഗോള് കണ്ടോ, SDG1 നോ പോവർട്ടി. അതായത് 2030 കൂടി നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണം. 2 സീറോ ഹങ്കർ, പട്ടിണിയുള്ള സ്റ്റാർവേഷനുള്ള ആരും ഉണ്ടാവാൻ പാടില്ല. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി. കണ്ടോ, സാമൂഹികമായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഇതൊക്കെ ആവശ്യമാണല്ലേ. അടുത്ത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. 9 ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. 10 റെഡ്യൂസ്ഡ് ഇൻ ഇക്വാലിറ്റീസ്. 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. 12 എവിടെയെങ്കിലും കണ്ടോ, 12 അതാ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 13 കണ്ടോ, 13 ക്ലൈമറ്റ് ആക്ഷൻ, പ്രകൃതിയിലെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് കാലാവസ്ഥ മാറ്റത്തിനെതിരെ നോക്കുന്ന കാര്യങ്ങൾ. 14 ലൈഫ് ബിലോ വാട്ടർ ലൈഫ്, എന്ന് വെച്ചാൽ ഓഷ്യൻസും നദികളെയും പറ്റിയിട്ട്. 15 ലൈഫ് ഓൺ ദ ലാൻഡ്, ലാൻഡിലെ മൃഗങ്ങളെയും മറ്റു കാര്യങ്ങളെയും പറ്റിയിട്ട്. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 17 പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്, രാജ്യങ്ങളും സ്റ്റേറ്റുകളും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മൊത്തം 17 ഗോളുകളാണ് നമുക്ക് ഉള്ളത്. ഈ 17 ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റുകൾ എന്തൊക്കെ എഫേർട്ട് എടുത്തു എന്നുള്ളതിനെ നമ്മൾ 0-നും 100-നും, ഞാൻ നേരത്തെ തെറ്റി 0-നും 1-നും ഇടയിലെന്ന് പറഞ്ഞു, ക്ഷമിക്കുക. 0-നും 100-നും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് കൊടുക്കും. എന്നിട്ട് 100 അച്ചീവ് ചെയ്താൽ അവരെ നമ്മൾ അച്ചീവർ കാറ്റഗറി എന്ന് വിളിക്കും. 65-നും 99-നും ഇടയിലാണെങ്കിൽ ഫ്രണ്ട് റണ്ണർ എന്ന് വിളിക്കും. 50-നും 64-നും ഇടയിലാണെങ്കിൽ പെർഫോമർ എന്നും, 49 താഴെയാണെങ്കിൽ ആസ്പിറൻ്റ് എന്നും രാജ്യങ്ങളെ. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറിയും താരതമ്യം ചെയ്യും. യുണൈറ്റഡ് നേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രാജ്യങ്ങളെ ഇങ്ങനെ പോയിന്റിൽ താരതമ്യം ചെയ്തിട്ട് ഓരോ പദവി അവർക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് SDGI എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്,
SDGI, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്. ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് എന്ന് വെച്ചാൽ 2015 നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതായത് 2030 എല്ലാ രാജ്യങ്ങളും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണം. അങ്ങനെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 17 കാര്യങ്ങൾ അവർ ചെയ്യണം. ആ 17 കാര്യങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ അവർ ചെയ്യുന്നു, കാരണം 15 to 30 15 കൊല്ലത്തെ കണക്കല്ലേ. അപ്പോൾ ഓരോ കൊല്ലവും നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കണം. അപ്പോൾ എത്രത്തോളം എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, നമ്മുടെ പ്രോഗ്രസ് കാർഡിൽ മാർക്ക് ഇടുന്ന പോലെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതിൽ 17 കാര്യങ്ങളുണ്ട്. ഈ 17 കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് രാജ്യത്തിനകത്തുള്ള സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറികളും ശ്രമിക്കണം. ആ എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്നതിന് 0 തൊട്ട് 100 മാർക്കിടും. ആ മാർക്കുകളുടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് മൊത്തം പോയിന്റ് കിട്ടും. ഇത് യുണൈറ്റഡ് നേഷൻ പറഞ്ഞത്. ഇത് ഓരോ രാജ്യത്തിന് കിട്ടും. ഇപ്പോൾ ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നീതി ആയോഗും UN കൂടി ചേർന്നിട്ടാണ്. അവർ സ്റ്റേറ്റുകളെയും യൂണിയൻ ടെറിട്ടറികളെയും നോക്കും. എന്നിട്ട് 17 ഗോളുകളുണ്ട്. ആ ഗോളിനെ 3ആയിട്ട് തിരിക്കാം. സാമ്പത്തികമായിട്ട് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന എക്കണോമിക് ഗോള്, സോഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതവുമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്, എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആ 17 ഗോളുകളാണ് പറഞ്ഞത്. അപ്പോൾ ഈ 17 ഗോൾ നിങ്ങൾ കാണാതെ പഠിക്കണോ വേണ്ടേ എന്നതൊരു ചോദ്യം തന്നെയാണ്. മോഡൽ ചോദ്യപേപ്പർ നോക്കുമ്പോഴേ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. തൽക്കാലം ഞാൻ പറയുന്നത് ഈ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെങ്കിലും പഠിച്ചു വയ്ക്കുക. പരീക്ഷയുടെ ഒരു ടഫ്നെസ് അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ വേണ്ടി വരും. ഇത് അതുപോലെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കുറേയൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ലേ. ഇപ്പോൾ എക്കണോമിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സാമ്പത്തികമായിട്ട്, അതായത് സാമ്പത്തികം എന്ന് പറയുന്നതിന് പൈസ, ക്ലീൻ ആയിട്ടുള്ള എനർജി കുറഞ്ഞ ചിലവിൽ കിട്ടണം, നല്ല ജോലി വേണം, സാമ്പത്തിക വികസനം വേണം, ജോലി കിട്ടണമെങ്കിൽ ഇൻഡസ്ട്രിയും ഇന്നോവേഷനും ഇൻഫ്രാസ്ട്രക്ചറും വേണം, നല്ല രീതിയിൽ കൺസംഷനും കാര്യങ്ങളും ചെയ്യണം. പിന്നെ സോഷ്യൽ ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല, വിശപ്പുണ്ടാവാൻ പാടില്ല, നല്ല ആരോഗ്യം, നല്ല വിദ്യാഭ്യാസം, തുല്യത, നല്ല വാട്ടർ, ഈ പറഞ്ഞ ഇൻഇക്വാലിറ്റീസ് ഇല്ലാതിരിക്കുക, സിറ്റികളും കമ്മ്യൂണിറ്റികളും സസ്റ്റൈനബിൾ ആയിട്ട് മാറുക, സമാധാനവും സാഹോദര്യവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒരുവിധമൊക്കെ നിങ്ങൾക്കൊരു പോയിന്റ്, മൊത്തം 17 പോയിന്റ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കാമല്ലോ. അതിലിവിടെ 1, 2, 3, 4 എണ്ണം എക്കണോമിക്കും ഈ പറയുന്ന 1, 2, 3 എണ്ണം ഏതാണ്, ഈ പറയുന്ന എൻവയോൺമെൻറ്റും വരും. ഇപ്പോൾ ബാക്കി എത്ര, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം 4, 10, 3 കറക്റ്റ് പേര് കിട്ടിയില്ലെങ്കിലും ഒരു ടേബിൾ വരച്ച് 4 പോയിന്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഒരുവിധം മാർക്ക് ഇവിടുന്ന് കിട്ടും, ഇത് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ വിശകലനം ചെയ്ത് അതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്റ്റേറ്റുകൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് പോയിന്റ് കൊടുക്കും. 100 കിട്ടിക്കഴിഞ്ഞാൽ അവർ അച്ചീവറാണ്, അവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 65-നും 99 ഇടയിലാണെങ്കിൽ അവർ ഫ്രണ്ട് റണ്ണർ, മുന്നിൽ നിൽക്കുന്നവരാണ്, ഉടനെ എത്തും. 50-നും 64 ഇടയിലാണെങ്കിൽ പെർഫോമറും, 49 താഴെയാണെങ്കിൽ ആസ്പിറൻറ്റ്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മുടെ 23-24 റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ ഇത്തരത്തിൽ നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യം, ഈ പറഞ്ഞ റിപ്പോർട്ടിൽ നമ്മുടെ കേരളമാണ് മുൻപന്തിയിൽ. 79ഓളം നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും? 79 എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് റണ്ണറാണ്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് റണ്ണറാണ്. അതായത് ഇവിടെ നോക്കിയ 2 കാര്യങ്ങളാണ് പറയുന്നത്. 23-24 കാലഘട്ടത്തിലെ റിപ്പോർട്ടും 18-19 കാലത്തിലെ റിപ്പോർട്ടും. നീല കളറിൽ കാണുന്ന 18-19 ആണ്. ഇപ്പോൾ 2018-19 നമ്മൾ 69 അച്ചീവ് ചെയ്തെങ്കിൽ ഇപ്പോൾ നമ്മളത് 79 കൂട്ടി. ഉത്തരാഖണ്ഡ് 60 എന്നുള്ളത് 79 എത്തി. അപ്പോൾ ഉത്തരാഖണ്ഡൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 64 എന്ന് പറയുന്ന 77 എത്തിക്കാൻ ഗോവയ്ക്ക് സാധിച്ചു. അതുപോലെ ഹിമാചൽ പ്രദേശിനും 69 എന്നുള്ളത് 77 എത്താൻ സാധിച്ചു. അപ്പോൾ ആദ്യത്തെ 5 ഇനി ഏറ്റവും താഴെ കിടക്കുന്നത് ബീഹാർ, ജാർഖണ്ഡ്, നാഗാലാൻഡ്, മേഘാലയ, ആസാം ആണ്. യൂണിയൻ ടെറിട്ടറികളിലും ഡാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര നഗർ ഹവേലിയാണ് ഏറ്റവും മുന്നിൽ, ഏറ്റവും താഴെ ചണ്ഡീഗഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഇത്രയും മുന്നിൽ എത്തിയത്? അതിൻ്റെ കാരണം കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ലോകത്തിൽ തന്നെ പലരും അംഗീകരിച്ച ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത്ര ചില്ലറക്കാരല്ല. ഈ പറയുന്ന വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പണ്ട് കാലം മുതൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് നമ്മളൊരു മാതൃകയായി തന്നെ കൊണ്ടുനടക്കാറുണ്ടല്ല, കേരള മോഡൽ, കേരള മാതൃക. അതുപോലെ രാഷ്ട്രീയക്കാരും ഇത് അവരുടെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതങ്ങനെ ഒരു രാഷ്ട്രീയക്കാരന് കൊടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു കഴിവായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. കേരള ഹാസ് മെയ്ഡ് ഗ്രേറ്റ് സ്ട്രൈഡ് ഇൻ ദ ഏരിയ ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ ജസ്റ്റിസ്, ഹൈ ലിറ്ററസി റേറ്റ്, ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇംപ്രൂവ്ഡ് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്. ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ കഴിവുകളാണ്. എന്തൊക്കെയാണ് നമുക്ക്
പണ്ട് മുതലേ നമ്മൾ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവർക്കും ലാൻഡ് തുല്യമായിട്ട് കിട്ടി. അതിലൂടെ എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റി, വരുമാനം ഉണ്ടാക്കാൻ പറ്റി. യൂണിവേഴ്സലും പബ്ലിക്കുമായിട്ട് നമ്മൾ ഹെൽത്തും എഡ്യൂക്കേഷനും കൊടുത്തു. എല്ലാവർക്കും ഇതൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലെ. വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അക്സസിബിൾ ആണ്. സർക്കാർ സ്കൂളുകളുണ്ട്, സർക്കാർ ആശുപത്രികളുണ്ട്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ റേഷൻ കടകൾ പല സംസ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഇവിടെ പൂഴ്ത്തിവയ്പ്പും വെട്ടിപ്പും ഒന്നും ഇല്ല. ചെറിയ തോതിലുണ്ടെങ്കിലും വലുതായിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടും. സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ നമ്മൾ പണ്ട് തൊട്ടേ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജനപങ്കാളിത്തം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള മോഡൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്തുകൊണ്ടുണ്ടായി? നമുക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക നീതി, ഹൈ ലിറ്ററസി റേറ്റ്, ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി എല്ലാം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും തുല്യമായിട്ട് എല്ലാ ജനങ്ങളിലേക്കും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ആഹാരം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് റിഫോംസിലൂടെ എല്ലാവർക്കും ലാൻഡും കൃഷിക്കുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നവകേരള മിഷൻ, കേരളം മുന്നിലെത്തിയതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. നവകേരള മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഗോൾസ്, കാറ്റഗറി ഒക്കെ തന്നിട്ടുണ്ട്. കേരള മോഡലും തന്നിട്ടുണ്ട്. ഇനി നവകേരള മിഷൻ എന്താണ്? നവകേരള മിഷൻ 2016 ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പിണറായി സർക്കാർ ഗവൺമെൻറ്റിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു അല്ലേ? അതെ. നവകേരള മിഷൻ എന്താണ്? ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇൻ കേരള, കേരളത്തിൽ സമ്പൂർണ്ണമായ വികസനം. എന്തിലൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാത്തിനകത്തും വരും. ഓക്കെ. ടാർഗറ്റ് ഡേറ്റ് എന്തൊക്കെയാണ്? ഒന്ന് ആദ്യം തുടങ്ങുന്ന 16, 2021 നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നവകേരള മിഷൻ ഫസ്റ്റ് എന്നും സെക്കൻഡ് എന്നും നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഒരു 4 പ്രോഗ്രാംസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ആർദ്രം മിഷൻ. എന്തിനാണ്? ഹെൽത്ത് ആക്സസും ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈഫ് മിഷൻ, എല്ലാവർക്കും വീടുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിദ്യാകിരണം മിഷൻ, വിദ്യാഭ്യാസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹരിത കേരളം മിഷൻ, നമ്മുടെ വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് ഫാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ട 4 മേഖലകളിലും വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് നവകേരള മിഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ആർദ്രം മിഷനിലൂടെ എന്താണ്? ഹെൽത്ത് ആക്സസും ക്വാളിറ്റിയും. അതായത് ആർദ്രത്തിലൂടെ ആരോഗ്യം, ലൈഫിലൂടെ ഭവനം, വിദ്യാകിരണത്തിലൂടെ വിദ്യാഭ്യാസം, ഹരിത കേരള മിഷനിലൂടെ എല്ലാ മേഖലയും. ഹരിത കേരളം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക, വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് ഫാമിംഗ്. 2021 നമ്മളിതിൻ്റെ സെക്കൻഡ് ഫേസ് മിഷൻ 2 വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ട് റീബിൽഡ് കേരള എന്ന് പറയുന്നൊരു പദ്ധതി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ എക്കണോമിക്കലും സോഷ്യലുമായിട്ടുള്ള പ്രോഗ്രസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ വികസനവും കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് റീബിൽഡ് കേരള വരുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് നവകേരള മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? നവകേരള മിഷൻ ഈസ് എൻ ആക്ഷൻ പ്ലാൻ ലോഞ്ച്ഡ് ഇൻ 2016. എന്തിനാണ്? കേരളത്തിൻ്റെ എല്ലാ മേഖലകളും വികസനം കൊണ്ടുവരാനായിട്ട്. അതിൽ 4 മിഷനുകളാണ് ഉള്ളത്. ആർദ്രം മിഷൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ലൈഫ് മിഷൻ ഭവന പദ്ധതിയാണ്, വിദ്യാകിരണം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്, ഹരിത കേരളമാണെങ്കിൽ വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റും ഓർഗാനിക് ഫാമിംഗ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ്. അങ്ങനെ ജനങ്ങളെ മൊത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് 2021 നമ്മളിതിൻ്റെ സെക്കൻഡ് നവകേരള മിഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ റീബിൽഡ് കേരളയൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ കേരളം വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിയത്. അപ്പോൾ എന്താണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി മറ്റൊരു ഭാഗമാണ് പഠിക്കാനുള്ളത്, എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതല്ല, സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. സോ ക്ലാസ്സുകൾ കുറച്ച് പാടുള്ള ടോപ്പിക്കാണ്, കേട്ടിരുന്ന് പറ്റുള്ളൂ, വേറെ വഴിയില്ല. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.